ഹലോ നമസ്കാരം. മലമ്പുഴ ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പുഷ്പമേള, പൂക്കാലം എന്നുള്ള പേരിൽ ഒരു പുഷ്പമേള നടക്കുന്നുണ്ട്. ജനുവരി 23 മുതൽ 28 വരെയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് കാണാം. വരൂ. മലമ്പുഴ ഗാർഡൻ കാണാത്തവരോട് ഇതാണ് കേട്ടോ എൻട്രൻസ്. കേരളത്തിന്റെ വൃന്ദാവൻ എന്ന പേരിലൊക്കെയാണ് മലമ്പുഴ ഗാർഡൻ അറിയപ്പെടുന്നത്. ഇവിടേക്ക് ടിക്കറ്റ് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ്. നമ്മളിതാ ടിക്കറ്റ് എടുത്തു. ഇനിതാ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറുകയാണേ. പൂക്കാലത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വെൽക്കം ടു മലമ്പുഴ ഗാർഡൻസ്. നോക്കിയേ, മലമ്പുഴ ഇന്നുവരെ കാണാത്തതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരിയായിട്ട് തന്നെയുണ്ട്. ഫ്ലവർ ഷോ എന്നൊക്കെ പറയുന്ന സമയത്ത് സംഭവമായിട്ടുണ്ട് കേട്ടോ. ഒരു പൂക്കാലം തന്നെ മലമ്പുഴ ഗാർഡൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു കളിവണ്ടിയാണേ. മലമ്പുഴ ഗാർഡൻ ടു ഉദകമണ്ഡലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗാർഡനിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് മൂപ്പരെ. നല്ല രസമായിട്ടില്ലേ? മലമ്പുഴ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ എന്തോ ഇവിടെ മലമ്പുഴ ഗാർഡൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക്. നോക്കിയേ, ശ്രീബുദ്ധൻ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഒരു രക്ഷയും ഇല്ലാത്ത തരത്തിൽ തന്നെ ഫ്ലവേഴ്സ് അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കാളിയമർദ്ദനം ചെയ്യുന്ന കൃഷ്ണനാണ് ഫൗണ്ടനിൽ നിൽക്കുന്നത്. നല്ല പഴയ ഇളയരാജയുടെ പാട്ടുകളൊക്കെ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട് പൊങ്കലായതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പഴയ പാട്ടുകൾ. നമ്മൾ മലയാളീസ് ഏത് പാട്ടും നമുക്ക് ഓക്കെ ആണല്ലോ, ഹിന്ദി ആയാലും തമിഴായാലും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ രസമൊന്നുമില്ല ഈ വെയിലത്ത് ഈ അരളി മരത്തിന്റെ ചോട്ടിലിരിക്കാൻ. എന്നാലും മൊത്തം ഒരു വൈബില്, വെയിലും മഴയൊന്നും ടൂറുള്ളവർക്ക് പ്രശ്നമല്ലല്ലോ. ഏത് പിന്നെ അറിയാലോ, റോപ്പ് വേ ഉണ്ട്. ഞങ്ങൾ വന്നത് നട്ടുച്ചയ്ക്കാ, അതുകൊണ്ട് റോപ്പ് വേയിൽ കയറിയില്ല. ഒരു വൈകുന്നേര സമയത്തും മോർണിംഗ് സമയത്തൊക്കെ സൂപ്പറായിട്ടുണ്ടാകും. മലമ്പുഴ ഡാം, അതിനോട് ചേർന്നിട്ട് തന്നെ തൂക്കുപാലം. നമുക്കിവിടെ ബോട്ടിങ്ങും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം മലമ്പുഴ യക്ഷി. തൂക്കുപാലത്തിലൂടെ കടന്ന് യക്ഷിയമ്മയും കണ്ടിട്ട് നമുക്ക് ബോട്ടിംഗ് ചെയ്യാവുന്നതാണ്.
ഡാമിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ ഞാൻ തൂക്കുപാലത്തിൽ. അങ്ങനെ മലമ്പുഴയോട് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്ലവർ ഷോന് കയറുക. ജനുവരി 23 മുതലാണ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ. കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും നമ്മളെ കാണാൻ കൊതിക്കുന്ന, ആകർഷിക്കുന്ന എന്തോ ഒന്ന് മലമ്പുഴ ഗാർഡനിലുണ്ട്. ഇപ്പോൾ ഫ്ലവർ ഷോയും കൂടെ ആയപ്പോൾ അതിഗംഭീരം തന്നെ പറയാം. എല്ലാവരും വരൂ കേട്ടോ.